Peace be upon you. You're watching a video from Yaqeen Institute for Youth Conversation in collab with sawajhub.com. ബിസ്മില്ലാ വൽഹംദുലില്ലാ വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ അസ്തഗ്ഫിറുല്ലാഹ്. പ്രിയ ദീനി സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇമാം നബവിയുടെ 40 ഹദീസുകളിൽ 13ാമത്തെ ഹദീസ് വായിക്കാനുള്ള ശ്രമമാണ് ഞാൻ ഇന്നിവിടെ നടത്തുന്നത്. അൻ അബി ഹംസത്ത് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻ ഖാദിമി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ലാ യുഅ്മിനു അഹദുകും ഹത്താ യുഹിബ്ബ ലി അഖീഹി മാ യുഹിബ്ബു ലി നഫ്സിഹി. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഈ ഹദീസ് ഇമാം ബുഖാരിയും മുസ്ലിമും ഒരുപോലെ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. അനസ് ഇബ്നു മാലിക് ഇബ്നു നളർ ബിൻ ലംലം അൻ നജ്ജാരി അൽ ഖസ്റജി അൽ അൻസാരി, മദീനയിൽ ഖസ്റജി ഉപഗോത്രമായ നജ്ജാരിൽ മാലിക്കിന്റെ പുത്രനായിട്ടാണ് അനസ് റളിയല്ലാഹു അൻഹു ജനിക്കുന്നത്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് ഹിജ്റ ചെയ്തെത്തിയപ്പോൾ അദ്ദേഹത്തിന് 8 വയസ്സായിരുന്നു പ്രായം. മദീനയിലെ ആബാലവൃദ്ധം ജനങ്ങൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വരവിനായി കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുന്ന ഒരു വേളയിൽ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവും അക്കൂട്ടത്തിലുണ്ടായിരുന്നു, കേവലം 8 വയസ്സുകാരനായിട്ട്. റസൂലിനെയും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയും വളരെ ദൂരത്തൊരു പൊടി പോലെ ദൃശ്യമായ നേരത്ത് തന്നെ അനസ് ഓടിക്കിതച്ച് തന്റെ മാതാവ് ഉമ്മു സുലൈമിന്റെ അടുക്കലെത്തി കാര്യങ്ങൾ വിവരിക്കുന്നുണ്ട്. പിതാവ് മാലിക് ഒരു മുരട സ്വഭാവമുള്ള വ്യക്തിയായിരുന്നു. റസൂലിനെയോ അദ്ദേഹത്തിന്റെ അധ്യാപനങ്ങളെയോ ഉൾക്കൊള്ളാൻ അദ്ദേഹത്തിന് താല്പര്യമുണ്ടായിരുന്നില്ല. എന്നല്ല, ഈ ഭാര്യയെയും മകനെയും ഉപേക്ഷിച്ച് പോയിക്കളയുക പോലും ചെയ്തു അദ്ദേഹം. റസൂൽ മദീനയിലെത്തി ഊഷ്മളമായ വരവേൽപ്പിനൊടുവിൽ അബുൽ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ അദ്ദേഹം താമസമാക്കി. ദിനേന 100 കണക്കിന് മനുഷ്യരാണ് റസൂലിനെ കാണാനും ഉപചാരങ്ങൾ അർപ്പിക്കാനും സമ്മാനങ്ങൾ നൽകാനുമൊക്കെയായിട്ട് കടന്നു വരുന്നത്. പലരും തങ്ങളുടെ ജീവിതത്തിൽ നിധി പോലെ കാത്തുസൂക്ഷിക്കുന്ന പലതുമാണ് ഹദിയകളായി റസൂലിന് നൽകുന്നത്. ആ തിരക്കിനിടയിലേക്കാണ് ഉമ്മു സുലൈം തന്റെ മകൻ അനസ് ഇബ്നു മാലിക്കിനെയും കൊണ്ടു ചെല്ലുന്നത്. റസൂലിനെ കാണാൻ പറ്റിയതിന്റെ സന്തോഷാധിക്യവും എന്നാൽ വിലപ്പെട്ടതൊന്നും നൽകാൻ കഴിയാത്തതിന്റെ നിരാശാബോധവും ആ മുഖത്ത് പ്രകടമായിരുന്നു. അവർ റസൂലിന്റെ മുന്നിലേക്ക് അനസിനെ നീക്കി നിർത്തിക്കൊണ്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, എന്റെ കയ്യിൽ അങ്ങേക്ക് തരാനായി വിലപിടിപ്പുള്ളതൊന്നുമില്ല. ആകെയുള്ളത് ഈ മകനാണ്. ഇവനെ ഞാൻ അങ്ങയെ ഏൽപ്പിക്കുകയാണ്. അങ്ങയ്ക്ക് വേണ്ട സേവനങ്ങളും ഖിദ്മത്തുകളും എല്ലാം എടുത്ത് അങ്ങിൽ നിന്ന് ജ്ഞാനവും വിവരവും നുകർന്ന് അവൻ ജീവിച്ചു കൊള്ളട്ടെ. അള്ളാഹുവിനോട് ഇവന് വേണ്ടി പ്രാർത്ഥിക്കാൻ മറക്കരുത് കേട്ടോ എന്നും അവർ പറഞ്ഞു. റസൂൽ വളരെ സന്തോഷത്തോടെ അവനെ തന്നിലേക്ക് ചേർത്തു പിടിച്ച് നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് ഇപ്രകാരം പ്രാർത്ഥിച്ചു, നാഥാ, നീ അനസിന് സമ്പത്തും സന്താനങ്ങളും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കണമേ, അവനെ സ്വർഗാവകാശിയാക്കുകയും ചെയ്യണമേ എന്ന്. പിന്നീട് അങ്ങോട്ടുള്ള 10 വർഷക്കാലം റസൂലിന്റെ നിഴലായി ജീവിക്കുകയായിരുന്നു അനസ്. നാട്ടിലായിരിക്കുകയും യാത്രയിലായിരിക്കുകയും യുദ്ധത്തിലായിരിക്കുമ്പോൾ പോലും റസൂലിനെ വിട്ടുമാറാൻ അനസ് തയ്യാറായിരുന്നില്ല. കാരണം പ്രവാചകനുമായുള്ള കൂടിക്കാഴ്ച അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അവിസ്മരണീയവും അനർഘവുമായ നിമിഷങ്ങളായിരുന്നു. ഈ സുദീർഘമായ സേവനത്തിനിടയിൽ റസൂൽ തന്നോട് സ്വീകരിച്ച സമീപനം എന്താണെന്ന് ഒറ്റ വാചകത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്. ഫമാ ഖാല ലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉഫിൻ ഖത്ത്. എന്നോട് ഇന്നേ വരെ ഛേ എന്താ ഇത് എന്ന് പോലും പറഞ്ഞിട്ടില്ല. വലാ ഖാല ലി ഷൈഇൻ ഫഅൽതുഹു ലിമ ഫഅൽത. ഞാൻ എന്തെങ്കിലും ചെയ്തു പോയാൽ എന്തിനാണ് നീ ഇത് ചെയ്തതെന്നോ, വലാ ലി ഷൈഇൻ തറക്തുഹു ലിമ തറക്ത. ഒരു കാര്യം വിട്ടുപോയാൽ എന്തുകൊണ്ടത് ചെയ്തില്ലെന്നോ റസൂൽ എന്നോട് ചോദിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല 10 വർഷക്കാലത്തിനിടയിൽ. അത്തരമൊരു ഹൃദ്യമായ സമീപനമായിരുന്നു റസൂലിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ റസൂലിന്റെ വഫാത്ത് ഉൾക്കൊള്ളാൻ കഴിയാത്ത അനേകം മനുഷ്യരിൽ ഒരാളായിരുന്നു അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. അദ്ദേഹം മദീനയിൽ വിതുമ്പിക്കരഞ്ഞ് അലഞ്ഞു നടന്നുകൊണ്ട് പറയുന്നുണ്ടായിരുന്നു, റസൂൽ മദീനയിൽ പ്രവേശിച്ച നിമിഷം മദീനയാകെ പ്രക്ഷോഭിതമായിരുന്നു. ഇന്ന് വിട പറഞ്ഞ ദിവസം മദീനയാകെ ഇരുണ്ടതുപോലെ തോന്നുകയാണെന്ന്. ഒരു ദശാബ്ദക്കാലം കൊണ്ട് റസൂലിൽ നിന്നും അദ്ദേഹം നുകർന്നെടുത്ത പകർത്തിയെടുത്ത വിജ്ഞാനത്തിന് കയ്യും കണക്കും ഉണ്ടായിരുന്നില്ല. 2286ഓളം ഹദീസുകളാണ് ഇന്ന് അദ്ദേഹത്തിൽ നിന്നായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായി കാണുന്നത്. റസൂലിനെ നേർക്കുനേരെ കാണാനും അനുഭവിക്കാനും കഴിയാതിരുന്നവരൊക്കെയും അനസ് ഇബ്നു മാലിക്കിനെ സമീപിക്കുമായിരുന്നു. അങ്ങനെ റസൂലിന്റെ വഫാത്ത് കഴിഞ്ഞ് അബൂബക്കറിന്റെ ഖിലാഫത്തും കഴിഞ്ഞ് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് അദ്ദേഹം ബസ്രയിലേക്ക് താമസം മാറി. വർഷങ്ങൾക്ക് ശേഷം ഏറെക്കുറെ ഹിജ്റ 91-നും 93-നും ഇടയിലാണ് അദ്ദേഹം വഫാത്താകുന്നത്. അപ്പോഴേക്കും
അദ്ദേഹത്തിന് വേണ്ടി റസൂൽ നടത്തിയിരുന്ന പ്രാർത്ഥനകൾ ഓരോന്നും അന്വർത്ഥമാകുന്നത് നമുക്ക് കാണാം. 101 വർഷങ്ങളുടെ ദീർഘായുസാണ് അള്ളാഹു അദ്ദേഹത്തിന് നൽകിയത്. അദ്ദേഹത്തിൻ്റെ വഫാത്തിന് മുമ്പ് തന്നെ സ്വന്തം കുടുംബത്തിൽ നിന്ന് 98ഓളം ആളുകൾ മരണപ്പെട്ടു പോയിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ ആ കുടുംബത്തിൻ്റെ ബാഹുല്യം എത്രമാത്രമുണ്ട് എന്ന് ഊഹിക്കാം. സമ്പത്തിൻ്റെ കാര്യമാണെങ്കിൽ നിരവധി തോട്ടങ്ങളും കന്നുകാലികളുമൊക്കെയായി സമൃദ്ധമായൊരു ജീവിതം അദ്ദേഹം ജീവിച്ചു തീർക്കുകയുണ്ടായി. ബസ്രയിൽ ഏറ്റവും അവസാനം വഫാത്തായ സ്വഹാബി ഇദ്ദേഹമായിരുന്നു. എന്നല്ല, 2 കിബിലയിൽ ഒരേ നേരം നിസ്കരിക്കാൻ അവസരം കിട്ടിയ സ്വഹാബികളിൽ ഏറ്റവും അവസാനം വഫാത്തായതും അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു തന്നെ. ഇതൊക്കെയാണ് ഖാദിമുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നറിയപ്പെടുന്ന അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവചരിത്ര സംഗ്രഹം. ഇനി നമുക്ക് ഹദീസിലേക്ക് പ്രവേശിക്കാം. ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളിൽ ആരും ഈമാൻ ആർജിക്കുകയില്ല, ഹത്താ യുഹിബ്ബ ലി അഖീഹ്, തൻ്റെ സഹോദരനു വേണ്ടി ഇഷ്ടപ്പെടുന്നതുവരെ, മാ യുഹിബ്ബു ലി നഫ്സി, തനിക്ക് വേണ്ടി ഇഷ്ടപ്പെടുന്നതെന്തോ അതെല്ലാം, അവനവന് വേണ്ടി ഇഷ്ടപ്പെടുന്നതെല്ലാം അവരനു വേണ്ടി കൂടി ഇഷ്ടപ്പെടുന്നതുവരെ നിങ്ങളിൽ ആർക്കും ഈമാൻ ആർജിക്കാൻ കഴിയില്ല എന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിക്കുന്നത്. 2-3 കാര്യങ്ങൾ ഇവിടെ വ്യക്തമാക്കപ്പെടേണ്ടതുണ്ട്. ഒന്ന്, ഈമാൻ ആർജിക്കുക എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? വളരെ വ്യക്തമായി തന്നെ ഷർഹുകളിലെല്ലാം കാണാം, ഫന്നഫിയുഹുന ലിൽ കമാലി വത്തമാം, ആർജിക്കാൻ കഴിയില്ല എന്ന് പറയുന്ന ഈമാൻ സത്യത്തിൽ അതിൻ്റെ പൂർണ്ണതയെയും പെർഫെക്ഷനെയും ഒക്കെയാണ് ഉദ്ദേശിക്കുന്നത്. വലൈസ നഫിയൻ ലി അസ്ലുൽ ഈമാൻ, അല്ലാതെ ഈമാനിൻ്റെ പ്രാഥമികമായ തലങ്ങളെക്കുറിച്ചല്ല. അതുകൊണ്ട് ഈമാൻ വളരെ ബേസിക്കായ ലെവലിലൊക്കെ നേടിയെടുക്കാൻ സാധിക്കും. പക്ഷേ അതിനൊരു പൂർണ്ണതയുടെ സ്വഭാവവും നിലവാരവും കൈവരിക്കണമെങ്കിൽ ഈ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നോക്കൂ, ജീവിതത്തിൽ നമ്മളെല്ലാവരും ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. ദുനിയവിയും ഉഖറവിയും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ അതിനകത്ത് വരും. അല്ലാഹു പഠിപ്പിച്ച പ്രാർത്ഥന തന്നെ റബ്ബന ആതിന ഫിദ്ദുന്യ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. ദുനിയവിയും ഉഖറവിയുമായിട്ടുള്ള ഹസനത്തുകൾ അള്ളാഹുവിനോട് ചോദിക്കുന്നവരാണ് നമ്മൾ. ഈ ഹസനത്ത് പക്ഷേ നമുക്ക് ലഭ്യമാകുന്ന അത്ര തന്നെയും ഇതര ജനങ്ങൾക്ക് കൂടി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നിടത്താണ് ഒരാളുടെ ഈമാനിന് പൂർണ്ണത കൈവരുന്നത്. അള്ളാഹു ചോദിക്കാൻ ആവശ്യപ്പെട്ട ഹസനത്ത് ഏതാണെന്ന കാര്യം വളരെ വിശദമായി ഖുർആൻ മുഫസ്സിറുകളൊക്കെ വിവരിക്കുന്നുണ്ട്. സംശയലേശം തന്നെ പറയാൻ പറ്റുന്ന കാര്യം പ്രഥമമായി അത് ഹിദായത്താണ് എന്നതാണ്. ദുനിയാവിൽ ഹിദായത്തും ആഖിറത്തിൽ മഅ്ഫിറത്തും ലഭിക്കുക എന്നതിൽ കവിഞ്ഞ് മറ്റൊരു ഹസനത്തില്ല തന്നെ. ഇത്തരം ഹസനത്തുകൾ ഒരാൾ ആർജിച്ചു കഴിഞ്ഞാൽ അത് തന്നിൽ മാത്രം അവശേഷിക്കുകയോ തനിക്ക് മാത്രം പ്രാപ്യമാവുകയോ ചെയ്താൽ മതി എന്നൊരാൾ കരുതുന്നുവെങ്കിൽ അയാളുടെ ഈമാൻ അപൂർണമാണ്, അപക്വമാണ്, അസംബന്ധമാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. ഈ ഹിദായത്ത് ഉൾപ്പെടെ സകലമാന ചെറുതും വലുതുമായ കാര്യങ്ങളെല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി കൂടി ഇഷ്ടപ്പെടാൻ നമുക്ക് സാധിക്കണം. കുഞ്ഞുങ്ങളെ അത് പറഞ്ഞ് പഠിപ്പിക്കാൻ കഴിയണം. നമ്മൾ സ്വയം ആ ബോധ്യത്തിലേക്ക് ഉയരണം. അതിന് സ്വാർത്ഥത കൈയൊഴിയൽ അനിവാര്യമാണ്. ഹസനത്തുകൾ തനിക്ക് കിട്ടും പോലെ മറ്റുള്ളവർക്ക് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നത് പോലെ തന്നെ സയ്യിഅത്തുകൾ അഥവാ ദോഷവും തിന്മയും അപകടവും ദുരിതവും ദുരന്തങ്ങളുമെല്ലാം തനിക്ക് കിട്ടരുത് എന്നാഗ്രഹിക്കുന്നത് പോലെ മറ്റുള്ളവർക്കും കിട്ടരുത് എന്നാഗ്രഹിക്കാനും കഴിയണം. മാരകമായ പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്ന ഒരു കാലത്ത് നമ്മൾ നമ്മളെ മാത്രം സേഫാക്കാൻ ശ്രമിക്കുന്നതിനു പകരം കുടുംബക്കാരും അയൽവാസികളും നാട്ടുകാരും എല്ലാം സേഫ് ആയിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നിടത്താണ് ഈമാനിൽ വെളിച്ചം കയറുന്നത്. ഇത് പറയുമ്പോൾ അടിവരയിട്ട് മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. തന്നെ പോലെ തൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കണം എന്ന് പറഞ്ഞാൽ അത് അവനോടുള്ളൊരു അനുകമ്പയും ഔദാര്യവും ഒക്കെയാണ് എന്നൊരു പക്ഷെ നമുക്ക് തോന്നിയേക്കാം. എന്നാൽ അങ്ങനെയല്ല. അത് ഹിദായത്താണ് ഏറ്റവും വലിയ ഹസനത്ത് എന്ന് പറഞ്ഞു. ആ ഹിദായത്തിനെ ചോദിക്കാൻ സൂറ ഫാത്തിഹിൽ അള്ളാഹു പറയുന്നത് ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, ഞങ്ങൾക്ക് ഹിദായത്ത് തരണേ എന്നാണ്. ഒരു ഇൻഡിവിജ്വലാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ പോലും ഞങ്ങൾ എന്ന് കോറസായിട്ട് പറയാനേ സാധിക്കുള്ളൂ. അല്ലാത്ത പക്ഷം അത് പ്രാർത്ഥനയാകുന്നില്ല, അത് ഫാത്തിഹ പോലും ആകുന്നില്ല. എന്താണ് ഇതിന് പിന്നിലെ ലോജിക്ക് എന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? അത് സഹവർത്തിത്വത്തിന്റെയും സമഭാവനയുടെയും സമത്വത്തിന്റെയും സഹകരണത്തിന്റെയും സഹാനുകമ്പയുടെയും ഒക്കെ ഒരുപാട് മാനങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട് എന്നത് സത്യം തന്നെയാണ്. പക്ഷേ അതിനും അപ്പുറം പ്രസക്തമായ ഒരു കാര്യമുണ്ട്. അതെന്താന്ന് പറഞ്ഞാൽ, നമ്മൾ നേടിയെടുത്തൊരു കാര്യം നമ്മളിൽ സുരക്ഷിതമായി നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ സമാനമായ സ്വഭാവത്തിൽ മറ്റുള്ളവർക്ക് കൂടി അതിൻ്റെ അനേകം പതിപ്പുകൾ ലഭ്യമായിരിക്കണമെന്നതാണ്. ഒരു മരുഭൂമിയിലും എത്ര വലിയ പടുവൃക്ഷമാണെങ്കിൽ പോലും അധികകാലം പിടിച്ചു നിൽക്കില്ലെന്ന് നമുക്കറിയാം. എന്തുകൊണ്ടാണ്? പരസ്പരം താങ്ങാകുന്ന, ബാക്കിംഗ് ആകുന്ന ഇതര
വൃക്ഷലതാദികൾ കൂടി ഉണ്ടാകുമ്പോഴേ ഏതൊരു പടുവൃക്ഷത്തിനും നിലനിൽപ്പ് സാധ്യമാവുള്ളൂ. ഒരു നാട്ടിൽ ഒരു അതിസമ്പന്നൻ മാത്രം ഉണ്ടാവുകയും മറ്റുള്ളവരെല്ലാം അതിദാരിദ്ര്യത്തിന്റെ പടുകുഴിയിൽ ജീവിക്കുകയും ചെയ്യുന്ന ഒരിടത്ത് ആ അതിസമ്പന്നന് സമാധാനത്തോടെ കിടന്നുറങ്ങാൻ ഒരു ദിവസം പോലും സാധിക്കില്ലെന്ന് ഞാൻ പറയേണ്ടതില്ല. എന്നതുപോലെ നാട് മുഴുവൻ പകർച്ചവ്യാധികളാൽ വലയുന്ന ഒരു ഘട്ടത്തിൽ ഒരു വ്യക്തിക്ക് മാത്രം എങ്ങനെ ആരോഗ്യ ദൃഢഗാത്രനായി തൻ്റെ രോഗപ്രതിരോധ ശേഷിയെല്ലാം നിലനിർത്തിക്കൊണ്ട് ജീവിക്കാൻ സാധിക്കുമെന്നും ചിന്തിച്ചു നോക്കി. സാധ്യമല്ല. ഏത് നിമിഷവും രോഗാണുക്കൾ ആ വ്യക്തിയെ തേടിയെത്തിയിരിക്കും. അപ്പോൾ എന്താണ് ഇവിടുത്തെ സൊല്യൂഷൻ? അയൽവാസികളും നാട്ടുകാരും എല്ലാം ആരോഗ്യത്തോടെ ഇരിക്കുമ്പോഴേ തനിക്കും ആരോഗ്യം നിലനിർത്താൻ സാധിക്കുള്ളൂ എന്ന തിരിച്ചറിവാണ് അനിവാര്യം. ആരോഗ്യത്തിൻ്റെയും സമ്പത്തിൻ്റെയും സുരക്ഷിതത്വത്തിൻ്റെയും സമാധാനത്തിൻ്റെയും കാര്യത്തിൽ മാത്രമല്ല, ഹിദായത്തിൻ്റെ കാര്യത്തിലും ഇത് തന്നെയാണ് അവസ്ഥ. അധാർമികതയുടെയും അസാൻമാർഗികതയുടെയും അശ്ലീലതയുടെയും ചളിക്കുണ്ടിൽ അഭിരമിക്കുന്ന ഒരു സാമൂഹ്യ സ്ഥിതിയിൽ ഒരു വ്യക്തിക്ക് മാത്രം തൻ്റെ ഈമാൻ മുറുകെ പിടിച്ച് ജീവിക്കുക എന്ന് പറയുന്നത് വളരെയേറെ പ്രയാസവും വെല്ലുവിളികളും നിറഞ്ഞൊരു കാര്യമായിരിക്കും. അതുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്നത് ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, ഞങ്ങൾക്ക് എല്ലാവർക്കും ഹിദായത്ത് തരണേ എന്നായിരിക്കണം. അപ്പോൾ ഇത് മറ്റുള്ളവരോടുള്ള അനുകമ്പ എന്നതിനുമപ്പുറം തൻ്റെ തന്നെ അനിവാര്യമായ ആവശ്യകതയാണ് എന്ന തിരിച്ചറിവ് കൂടി നമുക്കുണ്ടാവണം. അവിടെയാണ് റസൂൽ പറയുന്നത്, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യുഹിബ്ബ ലിഅഖീഹി മാ യുഹിബ്ബു ലിനഫ്സി. തനിക്കെന്ന പോലെ അവരനും താൻ ഇച്ഛിക്കുന്നതെല്ലാം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നിടത്താണ് അതിനാവശ്യമായ സെക്യൂരിറ്റിയും പ്രൊട്ടക്ഷനുമൊക്കെ ലഭ്യമാകുന്നത് എന്ന തിരിച്ചറിവിലേക്ക് നടന്നു നീങ്ങാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ഹദീസുമായി അടുത്ത ദിവസം കാണാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.